നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. ചാഴൂരിൽ താൽക്കാലിക തടയണയായ കമന്റോ മുഖം തകർന്നു. പുഴയിലെ നീരൊഴുക്ക് വർദ്ധിച്ചു. അരിമ്പൂർ, ചാഴൂർ, ചേർപ്പ്, അന്തിക്കാട്, പാറളം പഞ്ചായത്തുകളിലുള്ള താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളക്കെട്ട് ഭീതിയിൽ. കനത്ത മഴയിൽ കിഴൂർ, കാക്കത്തുരുത്ത് വെള്ളത്തിൽ മുങ്ങി. 30ഓളം കുടുംബങ്ങൾ പ്രതിസന്ധിയിൽ. പ്രദേശത്തെ 30ഓളം കുടുംബങ്ങളിൽ പലരും വെള്ളപ്പൊക്ക ഭീഷണി കാരണം ബന്ധുവീടുകളിലേക്ക് താമസം മാറി. കോൾപടവുകളിലെ സ്ലൂയിസുകൾ തുറന്നിടാനുള്ള ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശം നടപ്പാക്കുന്നതിൽ വീഴ്ച വരുത്തിയതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് ചാഴൂർ മണ്ഡലം കമ്മിറ്റി കൃഷിഭവൻ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. ചാഴൂർ സെന്ററിൽ നിന്ന് ആരംഭിച്ച മാർച്ച് DCC വൈസ് പ്രസിഡന്റ് CO ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. തൃശൂർ കുന്നംകുളം റൂട്ടിൽ മുതുവറയിൽ ഗതാഗത കുരുക്ക് രൂക്ഷം. കുരുക്കുമുറുക്കി നിയന്ത്രണങ്ങൾ പാലിക്കാതെ ബസ്സുകൾ. യാത്രാ ദുരിതത്തിൽ സഞ്ചാരികൾ. പട്ടിക്കാട് വഴക്കുംപാറ നടുച്ചിറയിൽ ജനവാസ മേഖലയിൽ കാട്ടാന ശല്യം രൂക്ഷമാകുന്നു. വാജുരി വേലിയുടെ തകരാർ പരിഹരിക്കാതെ അധികൃതർ. കാനയുടെ തകർച്ചയും അശാസ്ത്രീയ നിർമ്മാണവും കാരണം വെള്ളക്കെട്ടിൽ വലഞ്ഞ് 12ഓളം കുടുംബങ്ങൾ. ഏങ്ങണ്ടിയൂർ പഞ്ചായത്തിലെ 12ാം വാർഡ് തിരുമംഗലം ക്ഷേത്രത്തിന് സമീപം താമസിക്കുന്നവരാണ് വെള്ളക്കെട്ട് മൂലം ദുരിതത്തിലായത്. സംസ്ഥാനത്ത് ഇന്നും നാളെയും കൂടി ശക്തമായ മഴ തുടരും. കേരള തീരത്ത് ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യത. നിലമ്പൂർ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പിനുള്ള വോട്ടെടുപ്പ് നാളെ നടക്കും. വോട്ടെണ്ണൽ 23-ന് നടക്കും. ഗുരുവായൂർ സ്വദേശി കോവിഡ് ബാധിച്ച് മരിച്ചു. കോട്ടപ്പടി പുന്നത്തൂർ റോഡിൽ അമ്പലത്തു വീട്ടിൽ പണ്ടാരത്തിൽ ഫിറോസ് ഹാഷിമാണ് മരിച്ചത്. വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന മധ്യവയസ്കൻ മരിച്ചു. മതിലകം 1-ാം കല്ല് വടക്ക് വശം കൈതക്കാട്ട് 53 വയസ്സുള്ള ഷോബിയാണ് മരിച്ചത്. എരുമപ്പെട്ടി കടങ്ങോട് മിൽ സെന്ററിന് സമീപം സ്കൂട്ടറിന് മുന്നിലേക്ക് നായ ചാടിയതിനെ തുടർന്ന് വീണ് ബൈക്ക് യാത്രക്കാരന് പരിക്കേറ്റു. പാറപ്പുറം ആളൂർ വീട്ടിൽ മധുസൂദനാണ് പരിക്കേറ്റത്. ചിറനെല്ലൂരിൽ മിനി ലോറി തട്ടി ബൈക്ക് നിയന്ത്രണം വിട്ടുമറിഞ്ഞ് ബൈക്ക് യാത്രികനെ പരിക്ക്. മുണ്ടൂർ കിരാലൂർ സ്വദേശി പ്രണവിനാണ് പരിക്കേറ്റത്. എളവള്ളി പഞ്ചായത്തിലെ രൂക്ഷമായ വെള്ളക്കെട്ടിനെതിരെ BJP പ്രതിഷേധ മാർച്ച് നടത്തി. സംസ്ഥാന അധ്യാപക സെൽ കോർഡിനേറ്റർ പിന്റു മഹാദേവ് പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ചെറുതുരുത്തി കോഴിമാംപറമ്പ് കുളത്തിന് സമീപത്തുനിന്ന് 8 അടി വലിപ്പമുള്ള 2 കഞ്ചാവ് ചെടികൾ കണ്ടെത്തി. ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി ചെടികൾ പറിച്ചുകൊണ്ടുപോയി. മഹാത്മാ അയ്യങ്കാളി സ്മൃതിദിനം മട്ടത്തൂർ മണ്ഡലം ദളിത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോടാലി ആൽത്തറക്കലിൽ ആചരിച്ചു. അനുസ്മരണ സമ്മേളനം DCC ജനറൽ സെക്രട്ടറി TM ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഹയർ സെക്കൻഡറി വിഭാഗം 1-ാം വർഷ വിദ്യാർത്ഥികൾക്കുള്ള സ്കൂൾ തല പ്രവേശനോത്സവം അയ്യന്തോൾ GHSSൽ നടന്നു. പ്രവേശനോത്സവം എഴുത്തുകാരി ഡോക്ടർ C മഞ്ജു ഉദ്ഘാടനം ചെയ്തു. അളഗപ്പ നഗർ ഹയർ സെക്കൻഡറി സ്കൂളിൽ കലാസാഹിത്യവേദിയുടെ ഉദ്ഘാടനം സോപാന സംഗീതജ്ഞൻ ഞെരളത്ത് ഹരിഗോവിന്ദൻ നിർവഹിച്ചു. സ്കൂൾ പ്രധാനാധ്യാപിക സിനി M കുര്യാക്കോസ് അധ്യക്ഷത വഹിച്ചു. ഗിന്നസ് സത്താറിന്റെ കുഞ്ഞു പുസ്തകങ്ങളുടെ സൗജന്യ വിതരണം 1,00,000 കോപ്പിയിലേക്ക്. പുസ്തക വിതരണ ശ്രേണിയിലെ 6ാമത്തെ സമാഹാരമായ ആദൂർ കവിതകളുടെ 15,000 കോപ്പികൾ പുസ്തകപ്രേമികൾക്ക് വിതരണം ചെയ്യുമെന്ന് സംഘാടകർ. എരുമപ്പെട്ടി പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ ഹൈമാസ് ലൈറ്റും തെരുവ് വിളക്കും കത്താത്തതിൽ പ്രതിഷേധിച്ച് BJP എരുമപ്പെട്ടി പഞ്ചായത്ത് കമ്മിറ്റി മങ്ങാട് സെന്ററിൽ പന്തം കൊളുത്തി സമരം നടത്തി. എരുമപ്പെട്ടി മണ്ഡലം മുൻ ജനറൽ സെക്രട്ടറി രാജേഷ് കുട്ടഞ്ചേരി ഉദ്ഘാടനം ചെയ്തു. വടക്കാഞ്ചേരി ബ്ലോക്ക് ക്ഷീരസംഗമം സ്വാഗത സംഘ രൂപീകരണ യോഗം കല്ലമ്പാറയിൽ നടന്നു. തെക്കുംകര പഞ്ചായത്ത് പ്രസിഡന്റ് TV സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. കൊണ്ടാഴി സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ കൊണ്ടാഴി പഞ്ചായത്തിലെ SSLC +2 പരീക്ഷകളിൽ ഫുൾ A+ കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. പാറമേൽപ്പടി വായനശാലയിൽ നടന്ന ആദരം M പീതാംബരൻ ഉദ്ഘാടനം ചെയ്തു. കർക്കിടക മാസാചരണത്തിന്റെ ഭാഗമായി തിരുവില്ലാമല ശ്രീ വില്ലാതിരുനാഥ ക്ഷേത്രം, കുഴൽമന്ദം, പുൽപൂരമന്ദം ഭരതക്ഷേത്രം, കുത്തന്നൂർ ശത്രുഘ്ന ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തുന്ന നാലമ്പല യാത്ര ഭാഗമായുള്ള യോഗം ചേർന്നു. ശ്രീ വില്ലാതിരുനാഥ ക്ഷേത്രത്തിൽ നടന്ന യോഗത്തിൽ കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു.
ചേലക്കര നിയോജക മണ്ഡലം ഔഷധ സസ്യകൃഷി കർഷകർക്ക് പരിശീലനം നൽകി. വന്യമൃഗങ്ങളുടെ ശല്യം ഒഴിവാക്കുന്നതിനായാണ് ഔഷധ കൃഷി. എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോന പള്ളിയിലെ ഈശോയുടെ തിരുഹൃദയ പ്രതിഷ്ഠാ തിരുനാളിന്റെ കൊടിയേറ്റം വികാരി ഫാദർ ജോഷി ആളൂർ നിർവഹിച്ചു. ഈ മാസം 26, 27 തീയതികളിലാണ് തിരുനാൾ. ചാഴൂർ ശ്രീനാരായണ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 പ്രവേശനോത്സവം അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. ചാഴൂർ പഞ്ചായത്ത് അംഗം MK ഷൺമുഖൻ അധ്യക്ഷത വഹിച്ചു. മുൻ ആരോഗ്യവകുപ്പ് മന്ത്രി ജെ ചിത്തരഞ്ജന്റെ സ്മരണാർത്ഥം AITUC-യുടെ നേതൃത്വത്തിൽ കൊടുങ്ങല്ലൂർ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് ബെഡ്ഷീറ്റുകളും വീൽചെയറും വിതരണം ചെയ്തു. AITUC സംസ്ഥാന ജനറൽ സെക്രട്ടറി KP രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമീണ റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കുക, മെയിന്റനൻസ് ഗ്രാന്റ് പൂർണ്ണമായും ഉപയോഗിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് തൃക്കൂർ പഞ്ചായത്തിലെ LDF അംഗങ്ങൾ പഞ്ചായത്ത് യോഗം ബഹിഷ്കരിച്ച് പ്രതിഷേധിച്ചു. LDF പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ പരിപാടി CPM ഒല്ലൂർ ഏരിയ കമ്മിറ്റി അംഗം KS റോസൽ രാജ് ഉദ്ഘാടനം ചെയ്തു. തൃശൂർ പുല്ലഴി ചെറിയ പാളത്തിൽ ചണ്ടിയും കുളവാഴയും അടിഞ്ഞുകൂടി. കോർപ്പറേഷൻ പരിധിയിലെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളക്കെട്ട് ഭീഷണിയിൽ. എളവള്ളി പഞ്ചായത്തിലെ വെള്ളക്കെട്ട് പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിപക്ഷം നടത്തുന്ന സമരങ്ങൾ രാഷ്ട്രീയ ആഭാസമാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ്. വീടുകളിൽ വെള്ളം കയറുന്നത് മൂലം ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കുന്നതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്നും പഞ്ചായത്ത് പ്രസിഡന്റ്. ചൊവ്വല്ലൂർ യുവൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ നടന്ന തായം കളി മത്സരത്തിൽ പൊർക്കളങ്ങാട് ടീം ചാമ്പ്യനായി. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ബാലാജി M പാലിശ്ശേരി ഫൈനൽ മത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്തു. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ അദൂർ നിർവഹിച്ചു. PTA പ്രസിഡന്റ് ഷീബ രാജേഷ് അധ്യക്ഷയായി. INTUC ചാലക്കുടി നിയോജക മണ്ഡലം പ്രസിഡന്റ് തോമസ് മണ്ടിയുടെ നിര്യാണത്തിൽ തൃശൂരിൽ അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു. INTUC ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച അനുസ്മരണ യോഗത്തിൽ INTUC ജില്ലാ പ്രസിഡന്റ് സുന്ദരൻ കുന്നത്തുള്ളി അനുസ്മരണ പ്രഭാഷണം നടത്തി. മഹാത്മാ അയ്യങ്കാളി ചരമദിനം ദളിത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ DCC ഓഫീസിൽ ആചരിച്ചു. DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് ഉദ്ഘാടനം ചെയ്തു. പാറമേക്കാവ് ദേവസ്വം ഭരണസമിതി സെക്രട്ടറിയായി കിഴക്കുംപാട്ടുകര സ്വദേശി സന്തോഷ് കുമാറിനെ തിരഞ്ഞെടുത്തു. PV നന്ദകുമാർ രാജിവെച്ച സാഹചര്യത്തിലായിരുന്നു തിരഞ്ഞെടുപ്പ്. ഭരണസമിതി അംഗമായി കിഴക്കുംപാട്ടുകര വേണാട്ടുമനയിൽ VN ഹരിയെയും തിരഞ്ഞെടുത്തു. BJP തൃശൂർ സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അയ്യങ്കാളി സ്മൃതി ദിനത്തോടനുബന്ധിച്ച് പുഷ്പാർച്ചന നടത്തി. BJP സിറ്റി ജില്ലാ ജനറൽ സെക്രട്ടറി PK ബാബു ഉദ്ഘാടനം ചെയ്തു. മുണ്ടത്തിക്കോട് NSS വെങ്കിട്ടറാം ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രവേശനോത്സവം ഡിവിഷൻ കൗൺസിലർ രമണി പ്രേമദാസൻ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് K ചന്ദ്രദാസ് അധ്യക്ഷത വഹിച്ചു. ഗാസയിലെ ഇസ്രായേൽ മനുഷ്യക്കുരുതിക്കെതിരെ LDF ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചാവക്കാട് പലസ്തീൻ ഐക്യദാർഢ്യ സദസ്സ് സംഘടിപ്പിച്ചു. ഐക്യദാർഢ്യ സദസ്സ് CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു. കൊടുങ്ങല്ലൂർ നഗരസഭ ചാപ്പാറ ക്രിമിറ്റോറിയത്തിലെ സംസ്കരണ യൂണിറ്റുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് BJP കൊടുങ്ങല്ലൂർ മണ്ഡലം കമ്മിറ്റി പ്രതീകാത്മക ശവമഞ്ച യാത്ര നടത്തി. നഗരസഭാ പ്രതിപക്ഷ നേതാവ് TS സജീവൻ ഉദ്ഘാടനം ചെയ്തു. മുല്ലശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ +1 പ്രവേശനോത്സവം നടന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം ബെന്നി ആന്റണി പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു. കേരള സീനിയർ സിറ്റിസൺ ഫോറം പുല്ലഴി യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. സ്റ്റേറ്റ് കമ്മിറ്റി അംഗം സുരബില രമണൻ ഉദ്ഘാടനം ചെയ്തു. കോടമുക്ക് AMLP സ്കൂളിന്റെ നേതൃത്വത്തിൽ വീടൊരു വായനക്കൂട് പദ്ധതി ആരംഭിച്ചു. പ്രധാന അധ്യാപകൻ TU ജെയ്സൺ വിദ്യാർത്ഥിനി NA അവന്തികയുടെ വീട്ടിൽ വായനാക്കൂട് ഒരുക്കി പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ദേശീയപാത നെല്ലായി ജംഗ്ഷനിൽ സുരക്ഷിതമായി റോഡ് മുറിച്ചു കടക്കാനുള്ള സംവിധാനം ഒരുക്കാതെ അധികൃതർ. ട്രാഫിക് സിഗ്നൽ സംവിധാനമോ ഫുട് ഓവർ ബ്രിഡ്ജോ സ്ഥാപിക്കണമെന്ന നാട്ടുകാരുടെ ആവശ്യം കടലാസിലൊതുങ്ങി. മുസ്ലിം ലീഗ് വെങ്കിടങ്ങ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമാഹരിച്ച
മുപ്പട്ടിത്തറ ഷഹീർ ചാരിറ്റി ഫണ്ട് കുടുംബത്തിന് കൈമാറി. മുല്ലശ്ശേരിയിൽ ബൈക്ക് നിയന്ത്രണം വിട്ട് മറിഞ്ഞുണ്ടായ അപകടത്തിൽ ഷഹീറിന് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. പെട്രോൾ പമ്പിലെ ശുചിമുറികളെ സംബന്ധിച്ച് നിർണായക ഉത്തരവുമായി ഹൈക്കോടതി. സ്വകാര്യ പെട്രോൾ പമ്പുകളിലെ ശുചിമുറി ഉപഭോക്താക്കൾക്ക് മാത്രം ഉപയോഗിക്കാനുള്ളതാണെന്ന് ഇടക്കാല ഉത്തരവാണ് ഹൈക്കോടതി പുറത്തിറക്കിയിരിക്കുന്നത്. പെരിങ്ങനം ചക്കരപ്പാടത്ത് യുവാവിനെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ചക്കരപ്പാടം പടിഞ്ഞാറ് ഏറാട്ട് വീട്ടിൽ വാസുവിന്റെ മകൻ 41 വയസ്സുള്ള വിനീഷാണ് മരിച്ചത്. പാവറട്ടി പോലീസിന്റെ നേതൃത്വത്തിൽ സ്റ്റേഷൻ പരിധിയിൽ വിടുന്ന വിദ്യാലയങ്ങളിലെ കുട്ടികൾക്കായി തൃശൂർ സിറ്റി പോലീസിന്റെ കരുതൽ ബോധവൽക്കരണ പരിപാടിക്ക് തുടക്കമായി. ചിറ്റാറ്റുകര സെന്റ് സെബാസ്റ്റ്യൻ ഹൈസ്കൂളിൽ നടന്ന ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണ പദ്ധതിയുടെ ഉദ്ഘാടനം പാവറട്ടി SI R രജിൻ രാജ് നിർവഹിച്ചു. കഴിഞ്ഞ ദിവസം മട്ടത്തൂർ മുപ്ലി വനത്തിൽ കണ്ടെത്തിയ മൃതദേഹം കൊറേച്ചാൽ സ്വദേശി വർഗീസിന്റേതാണെന്ന് തിരിച്ചറിഞ്ഞു. മുപ്ലിയിലുള്ള പിതൃഭവൻ വൃദ്ധമന്ദിരത്തിലായിരുന്നു ഇയാളെ 1 മാസം മുമ്പ് കാണാതായിരുന്നു. മഹാത്മാ അയ്യങ്കാളിയുടെ 84ാം ചരമദിനം AIDRM ചേർപ്പ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു. CPI ചേർപ്പ് മണ്ഡലം സെക്രട്ടറി KK ജോബി ദിനാചരണം ഉദ്ഘാടനം ചെയ്തു. ദിവസങ്ങൾ നീണ്ടുനിന്ന പ്രതിഷേധങ്ങൾക്കൊടുവിൽ പടിയൂർ പുളിക്കലച്ചിറ പാലം നിർമ്മാണത്തിന്റെ ഭാഗമായി നിർമ്മിച്ച താൽക്കാലിക ബണ്ട് പൊട്ടിച്ച് വെള്ളം ഒഴുക്കിവിട്ടു തുടങ്ങി. TCV വാർത്തയെ തുടർന്നാണ് നടപടി. ഏങ്ങണ്ടിയൂർ നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ 1ാം വർഷ വിദ്യാർത്ഥികളുടെ പ്രവേശനോത്സവം നടന്നു. ഏങ്ങണ്ടിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു സുരേഷ് ഉദ്ഘാടനം ചെയ്തു. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.